രാവിലെ മുതൽ റിപ്ലൈക്ക് നമ്മൾ കാത്തിരിക്കുന്നത്. വീട്ടുകാരെ നാട്ടുകാരെ തെറി മുഴുവൻ നമ്മൾ കേട്ടോണ്ടിരിക്കുകയല്ലേ. വിജയ് പഠിക്കാൻ കൊണ്ടുവന്ന് കലോടക്കാൻ നോക്കിയാണല്ലോ, മനസ്സിലായോ? ഇഷ്ടം കാണിക്കാണെങ്കിൽ വിജയ് ഇതിന്റെ ഇഷ്ടം നമ്മളെ അവളിട്ട് ഉണ്ടാക്കുന്നതാണ്. നിങ്ങൾക്ക് ഇത്ര നേരമായിട്ട് മനസ്സിലായില്ലേ? അവളുടെ ഊളക്കളി ഞാൻ കുറെ കണ്ടിട്ടുള്ള, എനിക്കിത് അറിയാം. ഫോൺ എടുത്തറിഞ്ഞേ. അയ്യോ അവള് വിളിക്കുന്നു മോനെ, അവളെ പിന്നെ ഹലോ ഹലോ ഹലോ. എടാ ഫോണില് റേഞ്ച് കുറവായിരുന്നു, കട്ടായി പോയി. എന്താടാ, എന്താ നീ പറഞ്ഞേ? റാണി നിന്റെ കാല് പിടിച്ച മാപ്പ് പറയാം. ഞാൻ ചെയ്തു പോയ തെറ്റുകൾ എല്ലാത്തിനും സോറി. ആത്മാർത്ഥമായിട്ട് ഞാൻ പറയുക. നീ എവിടെ ഉണ്ടെന്ന് മാത്രമൊന്ന് പറഞ്ഞു മുത്തേ, പ്ലീസ്. റാണി മോളെ, നീ എവിടെയാ മുത്തേ? ഞാനിപ്പോ ആലപ്പുഴ എത്താറായി. ആലപ്പുഴയിൽ എവിടെ? ട്രാൻസ്പോർട്ട് സ്റ്റാൻഡില്. മോളെ നീ അവിടെ തന്നെ വന്നോ? ഞാൻ ഇപ്പൊ അങ്ങോട്ട് വരാം, എനിക്ക് നിന്നെ ഒന്ന് കാണണം. ഒരു 15 മിനിറ്റിൽ ഞാനങ്ങ് എത്താം. ദേ നിന്റെ മുത്തായി പറയുന്നു. റാണി എവിടെ എനിക്കറിയാം. ചെന്നില്ലേ അവിടെ പോകും. എങ്ങോട്ട് പോകുന്നു? നിനക്കൊന്ന് കാര്യം പറഞ്ഞ മനസ്സിലാവൂലേ? ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. ഈ കളിയിൽ എന്ത് പൈസ ഞങ്ങൾ റെഡിയാ. എന്റെ വിജുകൂട്ട അടിയെങ്കിലടി ഇടിയെങ്കിലടി അടിക്കണം. വണ്ടിയുടെ മുമ്പിൽ ഹലോ ഹലോ റാണി, ഞാൻ ഇപ്പൊ എത്തും. ഒരു 5 മിനിറ്റ്. സമാധാനമായാലോ? ഇവളുടെ ഒളിച്ചോട്ടമാ ഇത് പുതിയൊരു ശനിയുടെ തനിമാരണമായി ഇവൾ മുങ്ങിടുമോ നീയോ? നീ പോയി നോക്ക്, ഞങ്ങളോട് നിൽക്കാം. ചെല്ലു ചെല്ലു ചെല്ലു. അണ്ണാ എന്തായി ചേട്ടാ? അവ അകത്തോട്ട് പോയിട്ടുണ്ടോ? എടാ അവന്മാരെന്തേ ചെറുക്കനെന്തേടാ?
റാണി പണിയാ വെച്ച നീ കാണിച്ചേ. റാണി ചുമ്മാ കളിക്കില്ല, നാട്ടുകാരൊക്കെ നോക്കുന്നുണ്ട്. റാണി എണീറ്റേ. റാണി മോളെ. എന്താണ് 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 ഈ കൊച്ചിയുടെ മര്യാദ നീ എന്ത് ചെയ്തു? ഞാനൊന്നും ചെയ്തിട്ടില്ല. ഇല്ല ഇവനെന്തോ ചെയ്തിട്ടുണ്ട്, ഇവനെന്തോ ചെയ്തിട്ടുണ്ട്. ഈ കൊച്ചിയുടെ മര്യാദ മോളെ കൊച്ചിടുന്ന ഒരു പ്രശ്നമില്ല. നിങ്ങൾ എന്നെ പൊന്നേട്ടെ ഞാൻ കണ്ടാണ്. അൻസാർ ഇത് കുഴപ്പമാണല്ലോ. അൻസാർ ഞാൻ ചെയ്യും എയർ പോസ്റ്റിൽ നിന്ന് പോലീസാണെന്ന് പറ. നീ ഒരു ഓട്ടോ വിളിച്ചോണ്ട് വന്നേ. കുഴപ്പമാണെന്ന് തോന്നുന്നു. വന്നേ. ഞാൻ നോക്കുന്നു ഈ കൊച്ചു എന്തോ ചെയ്തു. നാളെയല്ലേ ഞാൻ കൊണ്ടുവരാം. സാറേ സാറേ ഒരു പ്രശ്നമുണ്ട് സാറേ. ഇതാ അവിടെ ഒന്ന് വരണം സാറേ. എവിടെ? ഇത് മോഹൻ സ്റ്റേഷനിലെ മിസ്സിംഗ് കേസിലെ പ്രതിയാണ്. എന്റെ അനിയനാ. ഇതാ മിസ്സിംഗ് ആയ പെൺകുട്ടിയാണ്. ആശുപത്രി കൊണ്ടുവരാം. നിങ്ങൾ ആ കുട്ടി ആ ഓട്ടോയിൽ കയറ്റി അങ്ങോട്ട് അങ്ങോട്ട് നിങ്ങളൊക്കെ അങ്ങോട്ട് മാറിക്കണം. അങ്ങോട്ട് മാറിക്കണം. അയ്യോ കുഴപ്പമില്ല സാറേ, ബൈക്ക് കൊണ്ട് സാറേ. സാറേ എന്നെ കൂടെ ജീപ്പിൽ കയറണം സാറേ. തനിക്ക് ഇതൊരു പണിയൊന്നും പിള്ളേരുടെ കേസ് എന്റെ മോനെ സാർ ഇതിലെ ഞാനും കൂടെ ഇങ്ങോട്ട് ഇറങ്ങടോ. കൊച്ചിനൊന്ന് പിടിക്കാൻ പറ. കൊച്ചിനെ ഒരു ഓട്ടോ കൊടുത്തു. നീ അങ്ങോട്ട് കയറി കിടന്നു. വണ്ടി നേരെ ജില്ലാ ആശുപത്രി. ചേട്ടാ ഞാൻ വിളിക്കാം. ഞാൻ ആശുപത്രിയിലാണ്. ആ അച്ചോടനെ വിളിച്ചത് എന്താണെന്നറിയാൻ വേണ്ടി വിളിച്ചത്. സിസ്റ്ററെ കുടിക്കാൻ എന്തെങ്കിലും വേണോ? ക്യാൻറ്റീൻ വേണ്ട. ആ രാമ എന്താടാ? ആരാ? മാധവൻ നായരോ? ആ കേട്ടെ വന്നാ എന്നിട്ട് പോയാ? രാമ ഒരു മിനിറ്റ്, മങ്ക വിളിക്കുന്നു. നിന്നെ ഞാൻ അങ്ങോട്ട് വിളിക്കാം. എന്താണ്? നിന്റെ ഭാര്യ വീട്ടുകാർ വന്നിരുന്നു. അവസാനം അവര് വന്നു. എന്നിട്ട് നിന്റെ അമ്മ വിളിച്ചോണ്ടിരിക്കുക. എന്തായാലും ചോദിക്കട്ടെ. ആ മങ്കേ എന്തായി? നായന്മാര് വന്നിട്ട് എന്താടാ? ആ അമ്മ നമ്മളെ പറ്റിച്ച് പോയാ മാവാ. ആരുടെ കൂടെ? ആ കിനാശ്ശേരി ഷാപ്പ് നടത്തണ മന്മന്റെ മൂത്ത മോന്റെ കൂടെ. കൊല്ലട്ടാ മാവാ ഞാൻ അവളെ. വേണ്ട, പടിയടച്ച് പിണ്ടം വെച്ചേക്കാ പഠിച്ചോളെ. അത്രേ ഉള്ളോ? പിണ്ടല്ലേ, സാരമില്ല. എന്തായാലും നമുക്കൊരു പെങ്കൊച്ചിനെ കിട്ടിയില്ലേ? ഇപ്പോഴാ ശരിക്കും ഈ ജാതി കൊണ്ടൊരു ഗുണം ഉണ്ടായത്. ശരി എന്നാ ഞാൻ വിളിക്കാം. അജി, റാണിയുടെ അമ്മയും അമ്മായിയും ഒക്കെ ആയിരുന്നു. റാണിയുടെ അമ്മ? അമ്മേ, ഞാനാ വിജീഷ്.
എന്തൊരു ഹോസ്പിറ്റലിൽ മിണ്ടല്ലേ അവളവിടെ ഇല്ലേ? ഒരു കുഴപ്പമില്ല. ആ പരനാറിയുണ്ടല്ലോ അവരൊക്കെ കൂടെ എന്റെ കുഞ്ഞിന്റെ ജീവിതം കളഞ്ഞു. അമ്മ ഒരു കുഴപ്പമുണ്ടാവില്ല അവക്ക്.